സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്നായുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെല്ലാവരെയും ദൈവം വലിയ പ്രത്യാശയിലേക്ക്, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനിലേക്ക്, നിത്യരക്ഷയിലേക്കുള്ള ആ വലിയ ഒരു ക്ഷണം ഈ വചനത്തിലുണ്ട്. ആ വലിയ പ്രത്യാശയിൽ ജീവിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നിരാശ കുത്തിവയ്ക്കുവാൻ സാത്താൻ ഇന്ന് വലിയ പരിശ്രമം നടത്തുന്നു. കണക്കുകൾ പറയുന്നത് ലോകത്ത് ഏകദേശം 1 മില്യൺ 10 ലക്ഷം ആളുകൾ ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ്. അതിൻ്റെ 100% കാരണം വലിയ നിരാശയാണ്. ഈ 10 ലക്ഷം ആളുകളിൽ 17% ആളുകൾ ഇന്ത്യയിലാണ്. അതിൽ ഭൂരിഭാഗം പേരും കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഇത് എത്രമാത്രം ഭയാനകമാണ് എന്ന ആ വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത് നിരാശയിലേക്ക്, ദുഃഖത്തിലേക്ക് പോകുന്ന ഒരു ജീവിതത്തിലേക്കല്ല, മറിച്ച് പ്രത്യാശയുടെ, ഉയർപ്പിൻ്റെ പ്രത്യാശയിലേക്കാണ് ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. നമ്മളിന്ന് ചിന്തിക്കുന്നത് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ വലിയ പ്രത്യാശയെക്കുറിച്ചും ആ പ്രത്യാശയിൽ നമുക്ക് എങ്ങനെ വളരാം, എങ്ങനെ കൂടുതൽ ശക്തി പ്രാപിക്കാം, അങ്ങനെ നമുക്കെല്ലാവർക്കും എങ്ങനെ സ്വർഗം സ്വന്തമാക്കാം എന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം ഇന്നത്തെ മന്നായിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം എല്ലാവരും പ്രത്യാശയിൽ ജീവിക്കേണ്ട മക്കളാ. കാരണം നമ്മുടെ ദൈവം പ്രത്യാശയുടെ ദൈവമാണ്. വിശുദ്ധ പൗലോസ്ലീഹയുടെ വ്യക്തമായൊരു ബോധ്യം നമുക്ക് തരുന്നുണ്ട്. റോമ 15:13 പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങൾ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന് ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. നമ്മളെല്ലാവരും പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിച്ച് അല്ലെങ്കിൽ സമൃദ്ധിയോടെ ജീവിക്കേണ്ട മക്കളാ ക്രിസ്ത്യാനികൾ. നമുക്കറിയാം, ഈസ്റ്റർ, യേശുവിൻ്റെ ഉദ്ധാനം പ്രത്യാശയുടെ തിരുനാളാണ്.
എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ഉദ്ധാനം ഒരു പ്രത്യാശയുടെ തിരുനാളായി മാറണമെങ്കിൽ ആ ദുഃഖ വെള്ളിയാഴ്ചയിലൂടെ കടന്നു വന്ന ഉയർപ്പ് തിരുനാളിൻ്റെ ഓർമ്മയിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലുന്നത് നല്ലതായിരിക്കും. നമുക്കറിയാം, യഹൂദജനം യേശുവിനെ കുരിശിൽ തറച്ച് കല്ലറയിൽ സംസ്കരിച്ചുകൊണ്ട് വലിയ കല്ലുരുട്ടി വെച്ചുകൊണ്ട് കാവൽക്കാരെ നിർത്തി. അപ്പോഴെല്ലാം യഹൂദജനം വിചാരിച്ചു യേശുവിനെക്കുറിച്ചുള്ള ശല്യം ഈ ലോകത്ത് തീർന്നുവെന്ന്. പക്ഷേ പിതാവായ ദൈവത്തിന് യേശുവിനെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം യേശു 3-ാം ദിവസം ഉദ്ധാനം ചെയ്തു. ഇന്നും നമ്മോട് കൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു, പ്രത്യാശയുടെ ദൈവമായി ജീവിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിയും പ്രത്യാശയിൽ ജീവിക്കണമെന്ന് പറയാനുള്ള കാരണം, എൻ്റെ ദൈവം, എന്നോട് കൂടെ ആയിരിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി സഹിച്ചവനാ. യെശയ്യാ 53:4 വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ? നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ആരാ? യേശു. എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വേദനകളും ചുമന്ന എൻ്റെ ദൈവം. ഞാൻ എന്തിന് നിരാശയിലായിരിക്കണം? നമുക്ക് എപ്പോഴും പ്രത്യാശയെ വേണ്ടത്. കാരണം എൻ്റെ ദൈവം പ്രത്യാശയിൽ ജീവിക്കാൻ വേണ്ടി എൻ്റെ രോഗങ്ങളും എൻ്റെ തകർച്ചകളും എൻ്റെ വേദനകളും സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് യേശു ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണ് പറയാ, ക്രിസ്ത്യാനി ഒരിക്കലും നിരാശയിൽ കഴിയേണ്ടവനല്ല, പ്രത്യാശയിൽ കഴിയേണ്ടവനാണ് ക്രിസ്ത്യാനി. നമ്മൾ വിശ്വാസികളെല്ലാവരും തന്നെ ദൈവത്തിൽ പ്രത്യാശയുള്ളവരാണ്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഈ പ്രത്യാശ 2 രീതിയിലുണ്ട്. കർത്താവിനോട് നമ്മൾ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴോ സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ നൈമിഷികമായ അനുഗ്രഹങ്ങളിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഞാൻ എവിടെയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഏത് തരത്തിലുള്ള പ്രത്യാശയാണ് ഞാൻ എൻ്റെ കർത്താവിൽ അർപ്പിച്ചിട്ടുള്ളത്? കൊളോസ്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടെ നിൽക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് സുവിശേഷം നൽകുന്ന പ്രത്യാശ? അത് നിത്യജീവനാണ്, നിത്യരക്ഷയാണ്, കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതമാണ്. അങ്ങനെ സ്വപ്നം കണ്ട ഒത്തിരി വ്യക്തികളെ നമ്മുടെ ചുറ്റുപാടുകളിലും അതുപോലെ വിശുദ്ധ ബൈബിളിലൊക്കെ നമുക്ക് കാണാം. ജോബിൻ്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇല്ലേ, എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴും ജോബ് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി വന്നു, നഗ്നനായി തന്നെ ഞാൻ തിരിച്ചു പോകും. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ജോബിൻ്റെ പ്രത്യാശ. ഈ ലോകത്തിലെ നഷ്ടങ്ങളൊന്നും ജോബിനൊരു നഷ്ടമായിരുന്നില്ല. ജോബിൻ്റെ പ്രത്യാശ ദൈവത്തിൻ്റെ കൂടെയുള്ള ഒരു ജീവിതമായിരുന്നു. അതുതന്നെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ദൈവം തന്നെ സ്നേഹിച്ചിരിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല, എന്നാൽ ദൈവം അതെല്ലാം തൻ്റെ ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ആ പ്രത്യാശ ആ സ്വർഗത്തിലായിരുന്നു, നിത്യജീവനിലായിരുന്നു. അതായിരുന്നു പൗലോസ് അപ്പോസ്തലൻ്റെ, വിശുദ്ധരുടെ എല്ലാം തന്നെ എല്ലാ വിശുദ്ധരുടെയും പ്രത്യാശ. ദൈവത്തിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത് സുവിശേഷം നൽകുന്ന പ്രത്യാശ, നിത്യജീവനായിരുന്നു. എന്നാൽ ലോകത്തിലെ ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി കർത്താവിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. നമ്മൾ വിശുദ്ധ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈശോ എവിടെ പോയി കഴിഞ്ഞാലും ഈശോയുടെ ചുറ്റും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. എവിടെ പോയാലും അവർക്ക് രോഗശാന്തി വേണമായിരുന്നു, പിശാച് ബാധിതയിൽ നിന്ന് പിശാചിൻ്റെ
ബന്ധനത്തിൽ നിന്ന് മോചനം വേണമായിരുന്നു. അങ്ങനെ നിരവധിയായ ആവശ്യങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും യേശുവിൻ്റെ ചുറ്റും എപ്പോഴും തിങ്ങിക്കൂടിയിരുന്നു. കാരണം അവർക്ക് കർത്താവിൻ്റെ കയ്യിലെ ചോക്ലേറ്റുകൾ വേണമായിരുന്നു, കർത്താവിൻ്റെ കയ്യിലെ അനുഗ്രഹങ്ങൾ വേണമായിരുന്നു. അതായിരുന്നു അവരുടെ പ്രത്യാശ. നേരെമറിച്ച് കർത്താവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, അവർക്ക് കർത്താവിൻ്റെ കയ്യിലെ ചോക്ലേറ്റുകൾ വേണ്ട, അവർക്ക് വേണ്ടത് കർത്താവിനെയായിരുന്നു. കർത്താവിനെ മാത്രം അവർക്ക് മതിയായിരുന്നു. അതുകൊണ്ട് ലൗകികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ പുറകെ കൂടിയവർ അവസാനം അതേ ജനക്കൂട്ടം തന്നെ ഇവനെ ക്രൂശിക്കുക എന്ന് ഏറ്റുപറയുന്നത് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാം. പക്ഷേ ശിഷ്യന്മാർ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും വീണ്ടും അവർ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി കർത്താവിനെ പ്രതിയാണ് പിന്നെ അവരെല്ലാവരും മരണം വരിക്കുന്നത്. ഇതാണ് പ്രത്യാശ. ഞാനും നിങ്ങളും അത് ഇപ്പോൾ മാത്രമല്ല എന്നും നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തെ, പ്രാർത്ഥനാ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ നമ്മൾ തന്നെ വിലയിരുത്തി നോക്കണം. എൻ്റെ പ്രത്യാശ മാറിയിട്ടുണ്ടോ? എൻ്റെ പ്രത്യാശ എൻ്റെ ദൈവത്തിൽ തന്നെയാണോ? എൻ്റെ പ്രത്യാശ നിത്യജീവനാണോ, നിത്യരക്ഷയാണോ? അതോ നൈമിഷികമായ ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണോ എൻ്റെ കർത്താവിൽ ഞാൻ പ്രത്യാശ വെച്ചിട്ടുള്ളത്? 1 കൊരിന്തോസ് 15-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മറ്റെല്ലാവരെയേക്കാൾ നിർഭാഗ്യരാണ്. ഈ ലോകത്തിന് വേണ്ടി മാത്രം നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റെല്ലാവരെയേക്കാളും നിർഭാഗ്യരാണ്. നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം. ഞാൻ എവിടെയാണ്? എൻ്റെ പ്രത്യാശ എൻ്റെ ദൈവം തരുന്ന നിത്യജീവനിലാണോ എന്ന് നമ്മളെ ഒന്ന് വിലയിരുത്തി നോക്കണം. ഒരു വ്യക്തിക്ക് പ്രത്യാശയിൽ ജീവിക്കണമെങ്കിൽ അവൻ്റെ മനോഭാവത്തെക്കുറിച്ച്, അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജെറമ്യ പ്രവാചകൻ ഒരു മരത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആറ്റുതീരത്ത് നട്ട മരത്തിനോടാണ് ഒരു പ്രത്യാശയിൽ ജീവിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പ്രവാചകൻ ഉപമിച്ചിരിക്കുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട ഒരു മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. ആ പ്രവാചകൻ്റെ മനോഹരമായൊരു മനോഭാവം നോക്കി. ആറ്റുതീരത്ത് നട്ട മരത്തിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നിടത്തോളം കാലം, പ്രവാചകൻ വീണ്ടും പറയുകയാണ്, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അത് പ്രത്യാശയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മനോഭാവത്തെക്കുറിച്ചാണ് പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്ന ഈ മരത്തിൻ്റെ വേരുകൾക്ക്, അല്ലെങ്കിൽ മരത്തിന് എന്നും പച്ചപ്പാണ്, എന്നും സമൃദ്ധിയാണ്. അത് വേനൽക്കാലം വരുന്നോ, തകർച്ച വരുന്നോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി കഴിയുമ്പോൾ, ഞാൻ ഈശോയോട് കൂടെ ആയിരിക്കുമ്പോഴും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തകർച്ച, അല്ലെങ്കിൽ രോഗം, ഒരു കഷ്ടപ്പാട് എന്തെങ്കിലും കടന്നു വന്നു കഴിയുമ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളും ഞാൻ എടുക്കുന്ന മനോഭാവങ്ങളും അതാ ഈശോ നോക്കുന്നേ. എൻ്റെ ഹൃദയമാകുന്ന ആത്മാവിൻ്റെ അടിവേരുകൾ യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞതുപോലെ അതൊന്നിനെയും ഭയപ്പെടുന്നില്ല. അത് എന്നും പച്ചയാണ്, എന്നും സമൃദ്ധിയാണ്. നമ്മളും ഇങ്ങനെ ആയിരിക്കണം. നമുക്കറിയാം, കാറ്റ് വരുമ്പോൾ, ഒത്തിരി മരങ്ങളുള്ള പ്രദേശത്ത് കാറ്റ് വരുമ്പോൾ ചില മരങ്ങൾ മാത്രം മറിഞ്ഞു വീഴുന്നു. നമ്മൾ ചോദിക്കാറുണ്ട്, ഈ മരങ്ങൾ മറിഞ്ഞു വീഴാൻ കാരണം ഈ കാറ്റാണോ? ശരിക്കും പറഞ്ഞാൽ കാറ്റല്ല. ഈ മറിഞ്ഞു വീണ മരങ്ങൾക്ക് ആഴമായ വേരോട്ടം ഇല്ലാത്തത് കൊണ്ടാണ് കാറ്റ് വരുമ്പോൾ ഇത് മറിഞ്ഞു വീണത്. ഇത് തന്നെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അവസ്ഥയും. എനിക്കെൻ്റെ യേശുവിനോട് എൻ്റെ ഹൃദയത്തിൽ ആഴമായ ബന്ധമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് തകർച്ച വന്നാലും, എന്ത് കഷ്ടപ്പാട് വന്നാലും, ഏത് രോഗം വന്നാലും എൻ്റെ ദൈവം അത് പരിഹരിക്കും, അത് സൗഖ്യപ്പെടുത്തുമെന്നുള്ള ഒരു ആഴമായ വിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിരാശയില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനി പ്രത്യാശയോടെ ജീവിക്കേണ്ട വ്യക്തിത്വങ്ങളാണ്.
ഒരിക്കലും നിരാശയോടെ ജീവിക്കണവനല്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് എൻ്റെ ഈശോയുമായുള്ള ഈ ആഴമായ അല്ലെങ്കിൽ വ്യക്തിപരമായ ഈ ബന്ധം എന്ന് കുറയുന്നുവോ അന്ന് എന്നിലേക്ക് നിരാശ കടന്നു വരും. അത് ഉറപ്പാണ്. ആൻഡ് ബ്രദർ പറഞ്ഞതിനോട് ഞാൻ ചിന്തിക്കുമ്പോൾ ശരിക്കും കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം ഈശോ പറയുന്നുണ്ട്. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ ഒരു മുന്തിരിച്ചെടി അതിൻ്റെ തണ്ട് ശാഖകളും എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ നമുക്കും കർത്താവുമായിട്ട് ഒരു ബന്ധം വേണം. ആ ബന്ധം ചില നിമിഷങ്ങളിൽ മാത്രമല്ല, എപ്പോഴും 24 hours എപ്പോഴും നമുക്ക് കർത്താവുമായിട്ടുള്ള ആ നിരന്തരമായ ബന്ധം ആവശ്യമാണ്. ഈ ബന്ധം നമുക്ക് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. എങ്ങനെയാണ് എനിക്കെൻ്റെ കർത്താവുമായിട്ടുള്ള ഈ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുക? ശരിക്കും നമ്മൾ ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച്, വിശ്വാസ സമൂഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ആദ്യം കർത്താവിൽ വിശ്വസിച്ച്, അപ്പസ്തോലന്മാരെ കൂടാതെ കർത്താവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട ആ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ എന്ന് പറയുമ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹം, അവർ വലിയ താല്പര്യത്തോടുകൂടി അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പോൾ ഇതായിരുന്നു ഈ 4 കാര്യങ്ങൾ: പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. ഈ 4 കാര്യങ്ങളായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരാനായിട്ട് അവർ കാത്തു സൂക്ഷിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങളും നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ഇന്ന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പം മുറിക്കലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, അന്നത്തെ അപ്പം മുറിക്കൽ ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഈശോയുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിന് വിശുദ്ധ കുർബാന, അല്ലെ കൗദാശിക ജീവിതം, വിശുദ്ധ കുർബാന, അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈശോ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആര് എൻ്റെ ശരീരം ഭക്ഷിക്കുന്നുവോ എൻ്റെ രക്തം കുടിക്കുന്നുവോ അവന് നിത്യജീവൻ ഉണ്ടായിരിക്കും, അവൻ ഒരിക്കലും ശിക്ഷാവിധിക്ക് അർഹനാവുകയില്ല. അപ്പോൾ ഈ ഒരു വലിയ വിളി വിശ്വാസികളായ നമ്മളെല്ലാവരും സ്വീകരിക്കുവാനും പ്രത്യാശയിലേക്ക്, കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുവാൻ, ആ ബന്ധത്തിൽ വളരുവാൻ, ജീവിക്കുവാൻ, മുന്നേറുവാൻ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ യേശു എന്തിനു വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കണമെന്നുള്ളത്. അതിനുവേണ്ടി പിതാവായ ദൈവം സ്വന്തം പുത്രനെ മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് നമ്മുടെ കൂടെ ജനിച്ച് ജീവിച്ച് വളർന്ന് മരിക്കുന്നതിൻ്റെ തലേനാൾ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് യേശു ക്രിസ്തു എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരിക ഓരോ വിശുദ്ധ കുർബാനയിലും. ഞാൻ ഓരോ കുർബാന സ്വീകരണത്തിലും ഓരോ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം യേശുവിനെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. പണ്ഡിതന്മാരുടെ പ്രബോധനമനുസരിച്ച് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് 3 ഫലങ്ങളാണ് ലഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 54-56 ഈ 3 ഫലങ്ങളെക്കുറിച്ച് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അപ്പോൾ 1-ാമത്തെ ഫലം നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ നിത്യജീവന് പങ്കാളികളാവുകയാണ്. അതോടൊപ്പം തന്നെ അവസാന ദിവസം നമ്മളെ ഉയർപ്പിൻ്റെ ഒരു മഹിമയിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരുന്നു. 3-ാമത്തെ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എനിക്ക് ഓരോ കുർബാനയിലൂടെ
കുർബാന സ്വീകരണത്തിലൂടെ യേശു ക്രിസ്തുവുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ലഭിക്കുന്നു, ഒരു കൂട്ടുകെട്ട് ലഭിക്കുന്നു. ഞാൻ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരം പ്രാപിക്കണം. അപ്പോഴാണ് യഥാർത്ഥമായ യേശുവിൻ്റെ സ്വഭാവം നമ്മൾ രൂപാന്തരം പ്രാപിക്കുകയുള്ളൂ. ഞാൻ ഓർക്കുക, ഞാൻ ദുബായിലേക്ക് വന്ന സമയങ്ങളിൽ ഞാൻ വലിയ രോഗിയായിരുന്നു, ആസ്മ രോഗിയായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു കെട്ട് ഗുളിക ഉണ്ടായിരുന്നു. ഒരു നേരം തന്നെ 3 ഗുളിക 4 ഗുളിക വെച്ച് കഴിച്ചിരുന്നു. 3 നേരം എനിക്ക് കഴിക്കാമായിരുന്നു. എൻ്റെ ഈ രോഗത്തിനെ എന്നെ ഒത്തിരി നിരാശപ്പെടുത്തിയിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ വിചാരിച്ചു ഞാൻ അധികം നാളൊന്നും ജീവിക്കില്ല, കാരണം അത്രയധികം ഗുളിക ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. ദുബായിൽ വന്നതിന് ശേഷം വിശുദ്ധ കുർബാനയുടെ ആഴമായ ബോധ്യങ്ങളിലൂടെ ഈശോനെ കൊണ്ടുപോയി. ഓരോ പ്രാവശ്യം കുർബാന സ്വീകരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, തിരുവോസ്തി രൂപനായി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന യേശുവെ, നീ എൻ്റെ ആത്മാവിൽ, എൻ്റെ ഹൃദയത്തിൽ, ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ഈശോയെ നീ ലയിച്ചിടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവിക സാന്നിധ്യത്തെ എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഈശോയെ, എൻ്റെ രോഗത്തിൻ്റെ എല്ലാ അവസ്ഥയും നീ സൗഖ്യപ്പെടുത്തി തരണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ആ വിശുദ്ധ കുർബാനയുടെ വലിയ ശക്തി കൊണ്ട്, മഹാ അത്ഭുതം കൊണ്ട് ആ രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതമാണ്. വലിയ പ്രത്യാശയിലേക്ക് കടന്നു വരുവാനായിട്ട് ആദ്യമ ക്രൈസ്തവ സമൂഹം ചെയ്തതുപോലെ തന്നെ പ്രബോധനം, കൂട്ടായ്മ നമ്മൾ കേട്ടു. അത് ഇന്ന് തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത് വിശുദ്ധ വചന പാരായണത്തിലൂടെയാണ്. വിശുദ്ധ വചനം വായിക്കുക, ധ്യാനിക്കുക. വചനം ഈശോ തന്നെയാണ്, വചനം ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. അപ്പോൾ വചനം ദൈവം തന്നെയാണ്. വീണ്ടും യോഹന്നാൻ 1:14 നമ്മൾ വായിക്കുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് ഈശോ. അപ്പോൾ ദൈവവചനം നമ്മൾ വായിക്കുമ്പോഴും വായിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആഴപ്പെടുകയാണ്. കർത്താവുമായിട്ട് അങ്ങ് ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് ഈശോ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കുന്ന ഈ വചനം അനുദിനം വായിക്കാനും ധ്യാനിക്കാനും നമ്മൾ ശ്രമിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ വളരുവാനും വലിയ പ്രത്യാശയിൽ ജീവിക്കുവാനായിട്ട്, ബ്രദർ നേരത്തെ പറഞ്ഞതുപോലെ ആറ്റുതീരത്തെ മരങ്ങൾ പോലെ, നല്ല ആഴത്തിലേക്ക് വേരൂന്നിയ മരങ്ങൾ പോലെ നമുക്ക് വിശ്വാസത്തിലും പ്രത്യാശയിലും ആഴപ്പെട്ട ഒരു ആത്മീയ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നാം വചനം വായിക്കുമ്പോൾ ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിക്കുക. അപ്പോൾ ഞാൻ ഒരു ദിവസം വചനം വായിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന് എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയാം. പഴയ നിയമങ്ങൾ വായിക്കുമ്പോൾ പിതാവായ ദൈവം എന്നോട് സംസാരിക്കുക. 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനോട് സംസാരിക്കുക. അപ്പസ്തോല പ്രവർത്തനം മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക. അപ്പോൾ ഓരോ ദിവസവും, അതാണ് ജോഷുവ പ്രവാചകൻ പറഞ്ഞത്, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ഞാൻ ധ്യാനിക്കണം. ആ പ്രവാചകനെ ബോധ്യം നോക്കി, എൻ്റെ അധരത്തിലുണ്ടായിരിക്കേണ്ടത് ആ വചനം എൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനം പറഞ്ഞില്ലേ, സങ്കീർത്തനം 119 പറയുന്നുണ്ട്, ദൈവമേ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ ഓർക്കുക, വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ശാലോം TV-യിൽ ഒരു വചന ശുശ്രൂഷയിലൂടെ ഞാൻ വചനത്തെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:10 ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനമാണത്. ആരൊക്കെ നിരാശയോടെ പ്രാർത്ഥിക്കാൻ വരോ അവർക്ക് പ്രത്യാശ ലഭിക്കാൻ ഞാൻ കൊടുക്കുന്നൊരു വചനമാണ് യെശയ്യാ 41:10. എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള വചനമാണ്. പ്രവാചകനകത്ത് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംരംഭിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈ വചനം പങ്കുവച്ചതിന് ശേഷം നാട്ടിലുള്ളൊരു സുഹൃത്ത് പറയായിരുന്നു, എൻ്റെ അമ്മച്ചി കിടപ്പായിരുന്നു,
അത് ഒരു കൈയും ഒരു കാലും തളർന്നു കിടക്കാണ്. അവർക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവർ ആ കട്ടിൽ കിടന്നുകൊണ്ട് ടി വിയിലൂടെ ഈ ശാലോമിൻ്റെ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ യെശയ്യാ 41:10 വചനം ഈ അമ്മച്ചി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മച്ചി പറയായിരുന്നു, ഒരു പ്രത്യേക അനുഭൂതി ഹൃദയത്തിലേക്ക്, ശരീരത്തിലേക്ക് ഒരു അനുഭവം കടന്നു വരുന്ന പോലെ തോന്നി, ഒരു തരിപ്പൊക്കെ കടന്നു വരുന്ന തോന്നി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത്, ദുബായിലുള്ള സുഹൃത്താണ്, അവൻ അമ്മച്ചിക്ക് പറഞ്ഞു കൊടുത്തു, ഈ ശുശ്രൂഷകളെ കഴിഞ്ഞ ശേഷം പറഞ്ഞു കൊടുത്തു, അമ്മച്ചി നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നു മുതൽ നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ ശുശ്രൂഷകളെ കേട്ട ആ ജീവനുള്ള വചനം നമ്മളെ സൗഖ്യപ്പെടുത്തുമെന്നുള്ള ഒരു ബോധ്യം അമ്മച്ചിക്ക് കൊടുത്തുകൊണ്ട് അന്ന് മുതൽ അമ്മച്ചി മനസ്സിലിങ്ങനെ ഏറ്റു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംരംഭിക്കേണ്ട, ഞാനാണ് ദൈവം. അപ്പോൾ അമ്മച്ചിയുടെ മനസ്സാകെ നിരാശപ്പെട്ടിരിക്കുക, ആകെ തളർന്നിരിക്കുക. എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ രോഗിയാണല്ലോ. ആ തളർച്ചയിൽ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അമ്മച്ചി പറയാം, എൻ്റെ അടുത്ത് ഈശോ വന്ന് നിന്ന് എന്നോട് വ്യക്തിപരമായി പറയുന്നല്ലോ തോന്നി, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. വീണ്ടും വചനം, എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തി. ഒരാഴ്ചക്കുള്ളിൽ അമ്മച്ചി പറയാണ്, അമ്മച്ചിയുടെ കൈകൾക്ക് ഇങ്ങനെ ബലം സംഭവിക്കാൻ തുടങ്ങി. ഈ അനക്കാൻ പറ്റാത്ത കൈകളും അനക്കാൻ പറ്റാത്ത കാലുകളും അനങ്ങാൻ തുടങ്ങി. അപ്പം അമ്മച്ചി പറയാ, ആരോ എൻ്റെ കാല് ഒന്ന് സ്പർശിക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ അമ്മച്ചി ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, ഭയപ്പെടേണ്ട, നിൻ്റെ കൂടെയുണ്ട്, സംരംഭിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഈ വചനം ആഴപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കകം അമ്മച്ചിക്ക് പരിപൂർണമായ സൗഖ്യം ലഭിച്ചെന്നുള്ളതാണ്. വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. സന്ധിബന്ധങ്ങളെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നമ്മുടെ ഹൃദയവിചാരങ്ങളെ മനസ്സിലാക്കി തളർന്ന പേശികളെ ശക്തി കൊടുത്തുകൊണ്ട്, ബലം കൊടുത്തുകൊണ്ട് ആ ബലപ്പെടുത്തുന്ന വചനം നാം വായിച്ച് ധ്യാനിച്ച് പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രത്യാശയുടെ ജീവിതമായി മാറും. പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുവാനും വളരുവാനും ആദിമ ക്രൈസ്തവ സമൂഹം ചെയ്ത പോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണ് കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുക എന്നുള്ളത്, സഭയുടെ ഭാഗമായിരിക്കുക. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നൊരു വലിയ കാര്യം ഇതാണ്, നമുക്ക് ചില കാര്യങ്ങൾ മൂലം, ചെറിയ കാര്യങ്ങൾ മൂലം നമ്മൾ ചിലപ്പോൾ സഭയോട് ഒരു മനസ്സുകൊണ്ട് ഒരു അകൽച്ച തോന്നുന്ന സന്ദർഭങ്ങളിലൂടെ ചിലപ്പോൾ കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം നമ്മൾ അതിജീവിക്കണം. കർത്താവ് വിശുദ്ധ പത്രോസിനോട് പറഞ്ഞ കാര്യം, പത്രോസേ, ശിമയോനെ, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. അപ്പോൾ ഈ സഭയോട് നമ്മൾ ചേർന്ന് നിന്ന് വേണം നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. കൗതാശിക ജീവിതവും വിശുദ്ധ ഗ്രന്ഥ പാരായണവും വിശുദ്ധ ബൈബിൾ പാരായണവും സഭയോട് ചേർന്നുള്ള പ്രാർത്ഥനയും തീർച്ചയായും വലിയ പ്രത്യാശയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കുകയും ആ പ്രത്യാശ നിർഭരമായൊരു ജീവിതത്തിൽ നിലനിൽക്കുവാനും നമ്മൾക്ക് സാധിക്കും. നമുക്കറിയാം, പ്രത്യാശയിൽ ജീവിക്കണമെങ്കിൽ ബെനഡിക്ട് മാർപ്പാപ്പ ഇറക്കിയ ചാക്രിക ലേഖനം പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ പറയുന്നത്, പ്രത്യാശയിൽ ജീവിക്കണമെങ്കിൽ അത്യന്താപേക്ഷികമായി വേണ്ട ഒരു ഘടകമാണ് പ്രാർത്ഥന. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നമ്മൾ യേശുവുമായി ആഴപ്പെട്ട് കഴിയുമ്പോൾ, നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഈ പ്രാർത്ഥന ഒരു കാര്യം നേടാൻ വേണ്ടി ഉള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഞാനും എൻ്റെ യേശുവുമായിട്ടുള്ളൊരു വൈകാരികമായ ബന്ധം സ്ഥാപിക്കുവാനായിട്ട് പേഴ്സണൽ പ്രയറിലൂടെ നമുക്ക് സാധിക്കണം. പേഴ്സണൽ പ്രയർ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഈശോയുമായി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക, ഈശോയുമായി ഒരു സ്നേഹബന്ധം സ്ഥാപിക്കുക. അവിടെ നമുക്ക് യേശുവിലുള്ള ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മാർപ്പാപ്പ പറയുന്നത്, പ്രാർത്ഥന പ്രത്യാശയിൽ ജീവിക്കുവാൻ അത്യന്താപേക്ഷികമായ സംഭവമാണ്. മദർ തെരേസ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഹൃദയമാകുക. അപ്പോൾ ഞാൻ എൻ്റെ യേശുവിനോട് എല്ലാം ഒരു വ്യക്തിബന്ധം, ഒരു ഏറ്റവും അടുത്ത സുഹൃത്തെന്ന പോലെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോട് എല്ലാം തുറന്നു പറയുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളെ മാറ്റി കഴിയുമ്പോൾ നമുക്കൊരിക്കലും പിന്നെ നിരാശപ്പെടേണ്ടി വരില്ല. നമ്മുടെ ജീവിതം എപ്പോഴും പ്രത്യാശയായിരിക്കും. ഞാൻ ഓർക്കുകയാണ്, പഴയ നിയമത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 9-10 വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവ് കൊല്ലുവാൻ ഓടിക്കുക. ആ സന്ദർഭം ആദ്യം മനസ്സിലാക്കുക. പ്രവാചകൻ ഓടി ഒരു ഗുഹയ്ക്കുള്ളിൽ പോയി ഒളിച്ചു. ഒറ്റയ്ക്ക് ഇരിക്കുക പ്രവാചകൻ. ആ സമയത്ത്
ഒരു ശബ്ദം കേൾക്കുക, ഏലിയ ഏലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ കൊടുക്കുന്ന മറുപടിയാണ് നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. ഏലിയ പറയാണ്, എൻ്റെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ എൻ്റെ ഹൃദയം ജ്വലിക്കുകയാണ്. പിന്നാലെ പട്ടാളക്കാർ കുന്തവുമായി കൊല്ലുവാൻ വരുമ്പോൾ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തിൽ എൻ്റെ ഹൃദയം ജ്വലിക്കുമ്പോഴാണ് പ്രത്യാശയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും പ്രത്യാശയിൽ ജീവിക്കണമെങ്കിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അതേ സ്വഭാവം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ ധ്യാനിച്ചു. കൗദാശിക ജീവിതം, വിശുദ്ധ ഗ്രന്ഥ വായന, പഠനം, ധ്യാനിക്കൽ, അതുപോലെ വ്യക്തിപരമായ പ്രാർത്ഥന, കൂട്ടായ്മ പ്രാർത്ഥന എന്നിവയിലൂടെ നമുക്ക് യേശുവിലെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രത്യാശയുടെ ജീവിതം നമുക്ക് നയിക്കാം. ഏലിയ പ്രവാചകനെ പോലെ ഹൃദയത്തിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയുടെ തീപന്തവുമായിട്ട് നമുക്ക് ഇറങ്ങിത്തിരിക്കാം. അങ്ങനെ പ്രത്യാശയുടെ മക്കളായി തീരാം നമുക്ക്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.